ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഈ പ്രൈം ST എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും വലിയ ഓഫർ. ആ ഒരു വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ ഇത്രത്തോളം വർത്തായിട്ടുള്ള അത് ക്വാളിറ്റിയുടെ കേസിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ടാക്സി ആയതുകൊണ്ട് ഇതിന് എത്രയാണ് നമുക്ക് മൈലേജ് പറയുന്നത്? ഞാൻ ഇനീഷ്യൽ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ മൈലേജ്. 28 കിലോമീറ്റർ ആണ് ഇതിൻ്റെ CNGയുടെ മൈലേജ്. സത്യത്തിൽ ഇത്രയും വാല്യൂ ഫോർ മണി ആയിരിക്കും ഈ വേരിയന്റ് അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഈ സെഗ്മെന്റിൽ ഈ മോഡലിന് 90% വരെ ഓൺ റോഡിന്റെ ഫണ്ടിങ് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഹുണ്ടായുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൈമിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മോറ്ററുള്ള പോപ്പുലർ ഹുണ്ടായിലാണ്. നമ്മോടൊപ്പം ചെയ്യുന്നത് അൻവർ ബോയ് ആണ്. ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അപ്പോൾ ശരിക്കും നമ്മുടെ ടാക്സി സെഗ്മെന്റിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് പ്രൈം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ബ്രോയിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ഹുണ്ടായി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അവരെ സംബന്ധിച്ച് നിലവിൽ ഒരു ടാക്സി സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവായിട്ടൊരു വാഹനം അവർക്ക് കറൻ്റ്ലി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2026 ലോഞ്ച് ചെയ്ത 2 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് നമ്മൾ ഈ കാണുന്ന പ്രൈം SD എന്ന് പറയുന്നത് സെഡാനും പ്രൈം HP എന്ന് പറയുന്ന ഹാച്ച് ബാക്ക് ആയിട്ടുള്ള മോഡൽസ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും വളരെയധികം മൈലേജ് തരുന്ന ബൈ ഫ്യൂവൽ പെട്രോളും CNGയിലും അവൈലബിൾ ആയിട്ടുള്ള 2 മോഡൽസാണ് ഇത് രണ്ടും. 6,89,000 രൂപ എക്സ്ഷോറൂമിലാണ് ഈ വെഹിക്കിളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബേസ് വേരിയൻ്റെന്നോ ടാക്സി സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നോ ഒന്നും കരുതിയിട്ടല്ല ഇതിലെ ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. ഇതിന്റെ 2 മിറേഴ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. റിയറിലേക്കുള്ള AC വെൻസ് ഈ മോഡലിന് വരുന്നുണ്ട്. പുറകിലേക്കും പവർ വിൻഡോസ് അവൈലബിൾ ആണ്. റിയർ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് വരുന്നത് LED ആണ്. അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ടാണ് ഈ SD എന്ന് പറയുന്ന പ്രൈം SD എന്ന് പറയുന്ന മോഡൽ നമുക്ക് കിട്ടുന്നത്. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഓക്കെ, അപ്പം നമുക്കത് ഇന്ത്യയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഇപ്പം നമ്മൾ ഈ ടാക്സി വേരിയന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇപ്പം നമ്മൾ ഈ ടാക്സിയിൽ മാത്രമാണ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഈ വാഹനം, പ്രൈം എന്ന് പറഞ്ഞ വാഹനം? ഈ ടാക്സിക്ക് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് ട്രിമ്മാണിത്. ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് റീസൺ ആയിട്ട്, അതായത് ഈ അടുത്ത സമയങ്ങളിലൊന്നും ഹുണ്ടായിക്ക് ടാക്സി സെഗ്മെന്റിൽ എക്സ്ക്ലൂസീവ് വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നിരത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഓറയായാലും നിയോസ് ആയാലും അത് പ്രൈവറ്റ് കാറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ടാക്സിയിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന രീതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2 വാഹനങ്ങളും ഇൻബിൽറ്റ് സ്പീഡ് ഗവർണറോടുകൂടിയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് 80 കിലോമീറ്റേഴ്സിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് കട്ടാവും. അത് ടാക്സിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. ഇത് നമുക്ക് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിലെ വ്യൂ തൊട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. തീർച്ചയായും. പ്രൈം SD എന്ന് പറയുന്ന മോഡലാണിത്. ഇതിൻ്റെ ഫ്രണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ കാണുന്ന പോലെ ഹെഡ് ലാമ്പ്, ക്ലിയർ ലെൻസ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് നമുക്കിതിൽ വിസിബിൾ ആണ്, കാണാൻ പറ്റും. നല്ല രീതിയിൽ വിഷൻ തരുന്നതും, അല്ലെങ്കിൽ നല്ല ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഹിൽ ഏരിയാസ് ഒക്കെ പോകുമ്പോൾ നല്ലൊരു ക്ലാരിറ്റിയുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രകാശം തരുന്ന തരത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹുണ്ടായുടെ ലോഗോ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അത് പാഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു എയർ കർട്ടൺ നമുക്ക് ചേർന്ന് കാണാൻ പറ്റും. നമ്മൾ ഹുഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ലൈൻസ് വളരെ സ്റ്റൈലിഷാണ് വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഷീൽഡ് വളരെ വലിയ വിൻഷീൽഡാണ്. നമുക്ക് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഈവൻ ഡ്രൈവർക്കാണെങ്കിലും കോ ഡ്രൈവർക്കാണെങ്കിലും റിയർ സീറ്റിലിരിക്കുന്ന പാസഞ്ചർക്കാണെങ്കിലും ഫ്രണ്ടിൻ്റെ വ്യൂ നല്ലപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ വൈഡായിട്ടുള്ള ഒരു വിൻഷീൽഡാണ് ഈ വെഹിക്കിളിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 3 കളർ ടോണിൽ അവൈലബിൾ ആണ് പ്രൈം SD എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അതിൽ വൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും ബ്ലാക്ക് കളർ ആണെങ്കിലും സിൽവർ ആണെങ്കിലും നമുക്ക് ഈ ഒരു കളർ പാറ്റേൺ തന്നെയായിരിക്കും വരിക. അതായത് ബോഡി കളർ ഏതാണോ അതായിരിക്കും ഇവിടെ. അതിൻ്റെ ഗ്രില്ലിൻ്റെ പോർഷൻ വരുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കും. നിങ്ങൾ പ്രൈം HB എന്നാണ് ഇതിൽ ബോർഡ്, പക്ഷേ ഈ വേരിയൻ്റ് പ്രൈം SD എന്നാണ്. നമ്മുടെ സെയിം ടൈം നമ്മൾ വേറൊരു ഷൂട്ടും കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാഡ്ജിങ് അവർ കൊണ്ടുപോയതുകൊണ്ട് HBയുടെ ബാഡ്ജിങ് ആണ് വെച്ചേക്കുന്നത്. അതിൽ ആരും വിഷമം വിചാരിക്കരുത്. പ്രൈം SD വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ടയറിൻ്റെ സൈസ് 14 ഇഞ്ച് ടയർ സൈസാണ് ഈ വെഹിക്കിളിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ
ഇൻഡിക്കേറ്റേഴ്സ്, അത് നമ്മുടെ സൈഡ് ഫെൻഡേഴ്സിൻ്റെ ഭാഗത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ മിറർ അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ അത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കളറിലായിരിക്കും വരിക. അത് നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിനോടൊക്കെ സിമിലറായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. പ്രൈം SDയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെങ്ത്ത് 3995 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത്. ഈ വെഹിക്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1520 mm ആണ് ഈ വെഹിക്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഈ വെഹിക്കിളിന് നമുക്ക് 168 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. ഈ വെഹിക്കിളിൻ്റെ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ വലിപ്പമുള്ള അല്ലെങ്കിൽ വളരെ വൈഡായിട്ടുള്ള സൈഡ് വിൻഡോസാണ് ഈ വെഹിക്കിളിന് വരുന്നത്. ഇത് ഫ്രണ്ടിലിരിക്കുന്ന കോ ഡ്രൈവർക്കും ഈവൻ ഡ്രൈവർക്കും അതുപോലെ തന്നെ റിയർ പാസഞ്ചേഴ്സിനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വിഷനൊക്കെ ആയിരിക്കും ഈ വെഹിക്കിൾ നമുക്ക് തരുന്നത്. എൻ്റെ സി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിയാനോ ഫിനിഷ്ഡ് ആയിട്ടുള്ള സി പില്ലറിൻ്റെ ഭാഗം വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് പെട്രോളും അതുപോലെ തന്നെ CNG ഓപ്ഷനും ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. പെട്രോൾ വരുന്നത് 37 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. CNGയിലേക്ക് വരുമ്പോൾ 67 ലിറ്റർ കപ്പാസിറ്റിയാണ് നമ്മൾക്ക് വരുന്നത്. റിയർ സൈഡ് ഒന്ന് പ്രൈം SDയുടെ നമുക്ക് നോക്കാം. റിയറിലേക്ക് വരുമ്പോൾ മൈക്രോ ആൻറ്റിന നമുക്ക് വിസിബിളാണ്. മൈക്രോ ആൻറ്റിന ഈ വെഹിക്കിളിന് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാം. സേഫ്റ്റി ഫീച്ചറാണത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഫുൾ ഗ്ലാസ്സിലായിട്ട് നമുക്ക് ഡീഫോഗേഴ്സ് കാണാം. ബേസിക് വേരിയൻറ്റിലൊന്നും സാധാരണ കോമൺ അല്ലാത്ത ഒരു ഫീച്ചർ കൂടിയാണ് ഈ ഡീഫോഗർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ടാക്സി സെഗ്മെൻറ്റിൽ തന്നെ. താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബൂട്ട് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മുടെ ഹുണ്ടായുടെ ബാഡ്ജിങ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. തൊട്ട് താഴെ തന്നെ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ബാഡ്ജിങ് ക്രോസ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. വശങ്ങളിലേക്ക് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് LED ആയിട്ടുള്ള ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ CNG എന്ന് പറയുന്ന ഹൈ CNG എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം. ഇതിൻ്റെ ബമ്പറിൽ തന്നെ സെൻസേഴ്സ്, റിവേഴ്സ് സെൻസർ ഈ വേരിയൻറ്റിൽ സ്റ്റാൻഡേർഡാണ്. സെൻസേഴ്സ് നമുക്ക് ഈ മോഡലിൽ കാണാനായിട്ട് പറ്റും. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബമ്പർ ഡിസൈനാണ് റിയറിൽ കാണുക. നമുക്ക് ഒരല്പം ദൂരത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ വെഹിക്കിൾ ശരിക്കും നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ മോഡലിനെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ടാക്സി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് അതിൻ്റെ മൈലേജോ അല്ലെങ്കിൽ ബാക്കിയുള്ള കംഫർട്ടുകളോ ഒക്കെ വാല്യൂ കൊടുക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഗസ്റ്റുകളുടെ പാക്കേജുകൾ അല്ലെങ്കിൽ അവരുടെ ബാഗുകൾ കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ്, ലഗേജ് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് പ്രൈം SDയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വെഹിക്കിളിനെ ബൂട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 67 ലിറ്റർ കപ്പാസിറ്റിയുള്ള CNGയുടെ ടാങ്ക് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വലിയൊരു സ്പേസ് നമുക്ക് ബൂട്ട് സ്പേസിനായിട്ടും കാണാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന മോഡൽസിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വളരെയധികം വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ CNG ടാങ്ക് കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടുക. ശരിക്കും ആക്ച്വലി ഒരു CNG ടാങ്ക് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്പേസ് ഒട്ടും ഇവിടെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. വലിയ 2 സൂട്ട് കേസുകൾ നമുക്ക് ഈ ഒരു സ്പേസിൽ സുഖമായിട്ട് വെക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഈ വെഹിക്കിളിന് സ്പെയർ വീൽ ഇൻബിൽറ്റ് വരുന്നുണ്ടോ, അതെയോ ടയർ പഞ്ചർ കിറ്റാണോ ഈ വാഹനത്തിന് വരുന്നത്? കാരണം CNG കിറ്റ് വരുന്നുണ്ട്, ആ സ്പേസ് അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്പെയർ കിറ്റായിരിക്കും അല്ലെങ്കിൽ പഞ്ചർ കിറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഞാൻ ഈ വെഹിക്കിളിൻ്റെ സ്പെയർ വീൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വരും. സ്പെയർ വീൽ വരുന്നത് ഈ സ്പേസിൽ തന്നെയാണ്. സാധാരണ ഒരു പ്രൈവറ്റ് കാറുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണോ അതിൻ്റെ സ്പെയർ വീൽ വരുന്നത് ആ സെയിം സ്പേസിൽ തന്നെയാണ് ഇവിടെയും അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകം മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെയിം ടയർ സൈസ് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നത്. 14 ഇഞ്ചാണ് പ്രൈം SDയുടെ ടയറിൻ്റെ സൈസ് വരുന്നത്. ആ സെയിം സൈസിൽ തന്നെയാണ് ഇതിൻ്റെ സ്പെയർ വീൽ നമുക്ക് കിട്ടുന്നത്. പ്രൈം SDയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡ്രൈവറിൻ്റെ ഡോർ പാഡാണിത്. ഇതിൽ 4 ഡോറിലേക്കുള്ള പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് നമുക്കിവിടെ കാണാം. ഇത് റിയർ പവർ വിൻഡോ ലോക്ക് ചെയ്യുന്ന ബട്ടണാണ്. ഇത് മാനുവലി നമുക്ക് 5 ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത്. നമ്മുടെ 2 മിറേഴ്സും ഔട്ട് സൈഡിൽ കാണുന്ന 2 മിറേഴ്സും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഡോർ പാഡിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ കളർ തീം വരുന്നത് ഡ്യുവൽ ടോണിലാണ്. ഒരു ബീജ് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് നമ്മുടെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മളതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ തന്നെ വളരെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾക്കത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ് എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. നമ്മൾ അകത്തേക്ക് ഇൻറ്റീരിയറിലേക്ക് കയറി കഴിഞ്ഞാൽ
നമ്മുടെ എ സിയുടെ കൺസോള് കാര്യങ്ങളെല്ലാം, എ സിയുടെ വെൻറ്റുകളെല്ലാം. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ റിയർ സീറ്റിൽ പാസഞ്ചേഴ്സ് ഇരിക്കുക അല്ലെങ്കിൽ ബൂട്ടിലധികം ലഗേജൊക്കെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ നൈറ്റ് ഡ്രൈവിലൊക്കെ ഹെഡ്ലൈറ്റിൻ്റെ ബീം ഒരു അല്പം ഹൈറ്റ് ആവും. അവിടെ നമ്മൾക്ക് ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് മൈന്യൂട്ടായിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തൊട്ട് ഇപ്പുറത്ത് കാണുന്നത് പെട്രോളിൽ നിന്ന് CNGയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. വൺ ടൈം നമ്മളൊന്ന് പ്രസ് ചെയ്താൽ പെട്രോളിൽ നിന്ന് CNGയിലേക്കും CNGയിൽ നിന്ന് പെട്രോളിലേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്വിച്ച് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം, സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് വരുന്നത്. അതിനകത്ത് RPMഉം ആക്സലറേഷനും നമ്മുടെ കിലോമീറ്റർ റേഞ്ചും CNGയുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി, പെട്രോളിൻ്റെ കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വിസിബിൾ ആണ്, കാണാനായിട്ട് പറ്റും. ടാക്സി സെഗ്മെൻറ്റിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കാറിൽ തരുന്നത്ര ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്നും കിട്ടുന്നതല്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അത് നമ്മുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഏത് തരത്തിലുള്ള, ഏത് ഹൈറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കംഫർട്ടബിളായിട്ട് സീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലുപരി ആ സീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്നൊരു വിസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യൂ ഉണ്ട്. ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരു തമാശക്കോ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാനോ ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വെഹിക്കിളിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യുമോ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവുന്ന കാര്യമാണ്. എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചറാണ്, പ്രത്യേകിച്ച് കംഫർട്ട് കൂടുതൽ തരുന്ന അതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് റിയറിലും വരുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് 2 സീറ്റും വരുന്നത് ബക്കറ്റ് ടൈപ്പ് സീറ്റുകളാണ്. അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നല്ല തൈ സപ്പോർട്ടാണ് വെഹിക്കിൾ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഒരു ഹഗ്ഗിങ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ സീറ്റിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾക്കറിയാം ടാക്സി എന്ന് പറയുന്നത് കൂടുതലും ട്രാവലേഴ്സ് ആയിട്ടുള്ള ഗസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ടും അല്ലെങ്കിൽ അവരുടെ കംഫർട്ടിന് വാല്യൂ കൊടുക്കുന്ന തരത്തിലാണ് ഈ ടാക്സി സെഗ്മെൻറ്റിനെ ഡിസൈൻ ചെയ്യാറ് പലപ്പോഴും. അപ്പോൾ അതിന് ഒരു കുറവും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ 5 സീറ്റിനെയും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് സേഫ്റ്റിയുടെ സൈഡ് 6 എയർ ബാഗ് ഈ വേരിയൻറ്റിൽ തന്നെ സ്റ്റാൻഡേർഡാണ്. നമുക്ക് ഈ ഒരു ടാക്സി സെഗ്മെൻ്റാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് വേരിയൻ്റ് ആണ് എന്നുള്ളൊരു നിലയ്ക്കല്ല ഇതിനെ സേഫ്റ്റി വാല്യൂ കൊടുത്തിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് മുതൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്, ABS CBD സ്റ്റാൻഡേർഡാണ് ഈ ഫീച്ചർ വേരിയൻറ്റിൽ. ഇവിടെ ഡാഷ്ബോർഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 2-3 ടോണിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ നമുക്കൊരു സിംഗിൾ ടോൺ, ഒരു ബ്ലാക്ക് ഇല്ലെങ്കിൽ ഒരു ഗ്രേ ഇല്ലെങ്കിൽ ഒരു ബീജ്, ഇതിലേതെങ്കിലും ഒരു ടോണായിരിക്കും നോർമലി ഉണ്ടാവുക. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു പ്രൈവറ്റ് കാറുകൾ ഡിസൈൻ ചെയ്യുക അതേപോലെ തന്നെയാണ് ഈ വെഹിക്കിളിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പവർ സ്റ്റിയറിംഗ് വരുന്നത്, പവർ സ്റ്റിയറിംഗ് ആണ് ഈ മോഡലിന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ AC വരുന്നത് മാനുവൽ കൺട്രോൾഡ് ആയിട്ടുള്ള AC നമുക്ക് ഈ മോഡലിന് അവൈലബിൾ ആണ്. ഈ വെഹിക്കിളിൽ സിസ്റ്റം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നില്ല. പകരം നമുക്ക് ജെന്യുവിൻ സിസ്റ്റം, ബ്ലോപങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോബിസിൻ്റെ ഒറിജിനൽ ഐറ്റം 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം വിത്ത് ക്യാമറയോട് കൂടിയിട്ട് 14,999 രൂപയ്ക്ക് നമുക്ക് സിസ്റ്റം ഫിക്സ് ചെയ്യാൻ പറ്റും. ആ സിസ്റ്റം നമുക്ക് ഫിക്സ് ചെയ്താൽ ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഈ സ്റ്റിയറിംഗ് കൺട്രോൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ സിസ്റ്റം വരുന്നത് വൈഫൈ ത്രൂ ആൻഡ്രോയിഡ് ടു ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാവുന്ന സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാക്സി ഡ്രൈവേഴ്സിന് അവർക്ക് സിസ്റ്റം, ഫോൺ എന്ന് പറയുന്നത് അത്രമാത്രം ഉപയോഗമുള്ള സാധനമാണ്. മാപ്പ്, നാവിഗേഷൻ അവർ ഏറ്റവും ഡേ ടു ഡേ അവർ ഉപയോഗിക്കുന്ന സാധനം. ഈ വൈഫൈ ത്രൂ കണക്ട് ചെയ്താൽ ആ ഫോൺ അവർക്ക് ആ നാവിഗേഷൻ അതിലേക്ക് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ ഫ്രീ ആവും. അവർക്ക് ഈസി ആയിട്ട് സിസ്റ്റത്തിൽ തന്നെ നാവിഗേഷനും അല്ലെങ്കിൽ അവരുടെ സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൺട്രോൾ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AC വെൻറ്റ് നമുക്ക് കാണാം. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരു ബ്രൗണിഷ് കോട്ടൊക്കെ നമ്മുടെ AC വെൻറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് ഗ്ലോ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെയും നമുക്ക് നല്ലൊരു ലഗേജ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെയും നമുക്കൊരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്, ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഒരു C ടൈപ്പ് ചാർജിങ് സ്ലോട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിന് പുറമെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സ്ലോട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് കാണാം. ഇവിടെ ഗ്ലാസ് ഹോൾഡർ, അവിടെയും നമുക്കൊരു സ്പേസ് കാണാനായിട്ട് പറ്റും. നമ്മുടെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മോഡലിന് 2 റൂം ലാമ്പ് അവൈലബിൾ ആണ്. ഒന്ന് ഫ്രണ്ട് ക്യാബിനിലും അതുപോലെ തന്നെ റിയറിൽ സെൻറ്ററിലുമായിട്ട് 2 റൂം ലാമ്പ് ഈ മോഡലിന് അവൈലബിൾ ആണ്. 1.2 ലിറ്റർ എഞ്ചിനാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. 1.2 ലിറ്ററിൽ 1200 cc 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. ഓൾറെഡി പ്രൂവ്ഡ് ആണ്, ഓൾറെഡി നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ വെഹിക്കിളിൻ്റെ. ഇത് 5 സ്പീഡ് 5+ റിവേഴ്സ് ഗിയർ ആണ് വരുന്നത്. ഈ വേരിയൻറ്റിലെ റിവേഴ്സ് സെൻസറും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്.
നമ്മുടെ ഗിയർ നോബിൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ ഗിയർ ലിവറിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൈ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് പ്രൈം SD-യുടെ റിയർ സീറ്റിലാണ്. ഞാൻ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കംഫർട്ടാണ് ഈ വാഹനം നമ്മുടെ റിയർ സീറ്റ് നൽകുന്നതെന്നുള്ളത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വൈഡായിട്ടുള്ളൊരു സൈഡ് ഗ്ലാസ് ആണ് ഈ വെഹിക്കിളിന് വരുന്നത്. നമുക്ക് നല്ലപോലെ വിഷൻ പുറത്തേക്ക് ഈ വാഹനം നമുക്ക് നൽകും. താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ആംബ്രസ്റ്റ് അല്ലെങ്കിൽ ഡോർ പാഡിൻ്റെ ഭാഗം ആ ഫ്രണ്ട് ഡോർ പാഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ഡ്യുവൽ ടോൺ തന്നെയാണ് റിയറിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കിവിടെ എക്സ്ക്ലൂസീവായിട്ട് പുറകിലെ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കാണാം, ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള ഡോർ ഹാൻഡിൽസ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ സേഫായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഹുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇരിപ്പ്, സീറ്റിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഈ വാഹനം നമുക്ക് നൽകുന്നുണ്ട്. നല്ല ലെഗ് റൂമാണ് നമുക്ക് ഈ വാഹനം. ഇപ്പോൾ അത്യാവശ്യം ഞാൻ തന്നെ ഒരു 5'8" ഹൈറ്റ് ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗ് റൂം എനിക്ക് ഈ വാഹനം തരുന്നുണ്ട്. നമ്മൾ ഹെഡ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹെഡ് റൂം നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും. നല്ല 3 പേർക്ക് നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വെഹിക്കിളിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ആ തരത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു മോഡലിന് നമുക്ക് റിയറിലേക്ക് AC-യുടെ വെൻസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. പുറകിലേക്ക് ഇരിക്കുന്ന പാസഞ്ചറുകൾക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗസ്റ്റുകൾക്ക് വളരെയധികം കംഫർട്ടായിട്ട് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് AC-യുടെ സപ്പോർട്ട് നമുക്ക് അവിടെ കിട്ടും. തൊട്ട് താഴെ തന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സ്ലോട്ടും അവിടെ കാണാം. റിയർ സീറ്റിലിരിക്കുന്നവർക്ക് ഫോൺ ചാർജ് ചെയ്യാൻ, ലാപ്ടോപ്പ് പോലുള്ള ഇലക്ട്രിക് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് ഫൈനലി ചെയ്യുന്ന സമയത്ത് ഇത്രയും വാല്യൂ ഫോർ മണി ആയിരിക്കും ഈ വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും വേരിയൻസ് അല്ല ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു ടാക്സി സെഗ്മെന്റിലെ ഇത്രയും ഫീച്ചേഴ്സ് എന്തായാലും പറയുന്ന പോലെ കൊടുക്കാൻ പറ്റുമോ, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണ. ഞാനത് തുടക്കമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ട് ശരിക്കും ഈ ഒരു വിലക്ക് ഈ വേരിയന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. ഇതിന് ആദ്യം ചോദിച്ചാൽ ഇതിന് എന്തെങ്കിലും ഓഫർ കിട്ടുമോ എന്നുള്ളത്. ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഈ പ്രൈം SD എന്ന് പറയുന്ന മോഡലിന്റെ ഏറ്റവും വലിയ ഓഫർ. ആ ഒരു വാല്യൂ ഫോർ മണി ഇല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ ഇത്രത്തോളം വർത്തായിട്ടുള്ള, അത് ക്വാളിറ്റിയുടെ കേസിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, സേഫ്റ്റിയുടെ കേസിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഫീച്ചേഴ്സിന്റെ കേസിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഈവൻ സ്പേസിന്റെ കേസിലും ഒരു കോംപ്രമൈസും ഇല്ല. ആ രീതിയിലാണ് ഈ വെഹിക്കിളിനെ ഹുണ്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസും ഈ വെഹിക്കിളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6,89,000 രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 6,89,000 രൂപയ്ക്കാണ്. നമുക്കിതിന് ലോൺ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷം വരെയാണ് നമുക്ക് ടാക്സിക്ക് ലോണായിട്ട് കിട്ടുക. അത് പെർ ലാക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2,350 രൂപ വെച്ചിട്ടായിരിക്കും EMI വരുള്ളൂ. അതായത് 2,250 രൂപ വെച്ച് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് 1 ലക്ഷം രൂപയ്ക്ക് വരുള്ളൂ. 5 വർഷം വരെ നമുക്ക് ലോൺ കിട്ടും. 10% വാല്യൂ ആണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. മുൻപ് ഞാൻ ആ പറഞ്ഞ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് മാത്രം മതി നമുക്ക് ലോൺ ചെയ്യാനായിട്ട്. മാക്സിമം 2 അല്ലെങ്കിൽ അതായത് 2 അല്ലെങ്കിൽ 3 ദിവസം മതി ലോൺ ഡിസ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു 10 ഡേയ്സിനുള്ളിലൊക്കെ നമുക്ക് വാഹനം ഡെലിവറി ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ ബ്രോ? എങ്ങനെയാണ് വെഹിക്കിൾ സ്റ്റോക്ക് ആയി തുടങ്ങിയിട്ടാണ്, അതായത് ബുക്കിംഗിന് അഗൻസ്റ്റ് വെഹിക്കിൾസ് നമുക്ക് വരുന്നുണ്ട്. നമ്മളൊരു റിക്വയർമെന്റ് പ്ലേസ് ചെയ്താൽ തന്നെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് നമുക്ക് വെഹിക്കിൾ കിട്ടും. കാരണം ടാക്സി എന്ന് പറയുന്നത് അവർ അത്രമേൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ സപ്ലൈയുടെ കേസിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ കേസിലൊന്നും ഒരു ബുദ്ധിമുട്ട് എവിടെയും വരില്ല. ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട്. ഇത് അക്രോസ് കേരള എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യമുണ്ട്, അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൈലേജ്. അപ്പോൾ ടാക്സി ആയതുകൊണ്ട് ഇതിന് എത്രയാണ് നമുക്ക് മൈലേജ് പറയുന്നത്? ഞാൻ ഇനീഷ്യൽ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ മൈലേജ്. 28 കിലോമീറ്റർ ആണ് ഇതിൻ്റെ CNGയുടെ മൈലേജ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് 28 കിലോമീറ്റർ വരെ മൈലേജ് എന്ന് പറയുന്നത് ഇന്ന് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മൈലേജാണ്. ആ ഒരു സെഗ്മെന്റിൽ മൈലേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ബെനിഫിറ്റ് എല്ലാം നിൽക്കുന്നത് ഈ മൈലേജിലാണ്. അതിനൊട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് മൈലേജ് ഉള്ളത്. 28 കിലോമീറ്റർ വരെ നമുക്ക് ഈ വാഹനത്തിന് മൈലേജ് പറയുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സർവീസിലേക്ക് പോവാം.
സർവീസിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു ചെറിയൊരു ധാരണയുണ്ട് ഹുണ്ടായുടെ വാഹനങ്ങൾക്കെല്ലാം സർവീസ് കോസ്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞ പൊതുവെ ഒരു ചെറിയൊരു ധാരണ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമുക്ക് സർവീസിലേക്ക് വന്നാൽ ഇപ്പം എങ്ങനെയാണ് ഈ ടാക്സി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നില്ല. നമ്മൾ പുതുതായിട്ട് ഒരു ടാക്സി സെഗ്മെന്റിലേക്ക് വന്നതാണ്. ഓൾറെഡി ഈ പറഞ്ഞ ഒരു കൺസേൺസ് എല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് അതിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ ലോഞ്ച് ചെയ്ത സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ ഇവന്റിൽ ഈ പറയുന്ന സർവീസ് കോസ്റ്റ് വരെ അവരവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ നമുക്ക് ഒരു കിലോമീറ്റർ സർവീസ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 47 പൈസ വേണം. 47 പൈസയാണ് വരുന്നത്. ഒരു കിലോമീറ്ററിന്റെ എക്സ്പെൻസ് സർവീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 47 പൈസയാണ്. അത്രയും ലോ കോസ്റ്റിലാണ് ഈ മോഡലിന്റെ സർവീസ് കോസ്റ്റ് വരുള്ളൂ. അപ്പൊ ഈ ഒരു കോസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നേരത്തെ പറഞ്ഞ കാര്യത്തിന് വാല്യൂ ഇല്ല എന്നുള്ളത്. അതായത് ഹുണ്ടായുടെ സർവീസ് കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ പറയുന്നൊരു കാര്യം മാത്രമാണ്, ആക്ച്വൽ അതല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഏത് ഹുണ്ടായി ആണോ ഈ മറ്റുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ആ ഹുണ്ടായി തന്നെയാണ് ഈ വാഹനവും നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും 2 സർവീസ് കോസ്റ്റ് ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. ടാക്സി എന്ന് പറയുന്നത് ഒരു വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിന്റെ മെയിൻ്റനൻസും എക്സ്പെൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അല്ലേ. അതിന്റെ ഓയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഈക്വൽ ആണ്. ആ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസോ മാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കോസ്റ്റ് തന്നെയാണ് നമ്മുടെ മറ്റുള്ള വാഹനങ്ങളിലും വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന് ഈ ടാക്സി സെഗ്മെന്റിലുള്ള ഈ വാഹനത്തിന് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 47 പൈസ മാത്രമാണ്. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ഒരു വാറണ്ടി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിന് 3 ഇയർ 1 lakh കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ആയിട്ട് വാറണ്ടി ഉണ്ട്. അതായത് നോർമൽ 3 years ഫസ്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ 3 വർഷം 1 ലക്ഷം കിലോമീറ്റർ ഓൾറെഡി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും എല്ലാം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ റോഡ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനാണെങ്കിലോ ബുക്കിങ്ങിനാണെങ്കിലോ ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലോ തീർച്ചയായിട്ടും ബ്രോവിനെ കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിരിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പ്രൈം എന്നല്ല നമ്മുടെ ഹുണ്ടായുടെ വെഹിക്കിൾസ് ഏതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 കാര്യം കൂടെ ബ്രോ ഈ ഒരു സമയത്ത് ഞാൻ പറയാം. നമുക്ക് നിലവിലിപ്പോൾ പ്രൈമിനെ പറ്റി നമ്മൾ സംസാരിച്ചത് പ്രൈം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പുറമെ നമുക്ക് 2025 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കുറച്ച് വെഹിക്കിൾസ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് നിയോസ് ഉൾപ്പെടെ എക്സ്റ്റർ, i20, വെർണ, ക്രെട്ട പോലുള്ള എല്ലാ വെഹിക്കിൾസും 25 മാനുഫാക്ചർ ചെയ്ത വെഹിക്കിൾസ് നമ്മുടെ കയ്യിൽ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ട്. അതിന് 1,50,000 രൂപ വരെ ഇപ്പോൾ കറന്റ്ലി ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാങ്ങുന്ന കസ്റ്റമർക്ക് 1,50,000 രൂപ വില കുറച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അവർക്കും ഈ പറഞ്ഞ പോലെ ഫിനാൻസ് സ്കീം എല്ലാം ഓൺ റോഡിന്റെ 90% ഫണ്ടിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. 10% ഡൗൺ പേയ്മെന്റ് ആ കസ്റ്റമർക്ക് അടച്ചാൽ മതിയാവും. ഈ പ്രൈവറ്റ് വാഹനങ്ങളായതുകൊണ്ട് തന്നെ 8 വർഷം വരെ നമുക്ക് ലോൺ പീരീഡ് ആ കസ്റ്റമർക്ക് ലഭിക്കും. മന്ത്ലി 1 ലക്ഷം രൂപയ്ക്ക് വരുന്ന EMI എന്ന് പറയുന്നത് 1,500 രൂപ മാത്രമാണ് EMI 1 ലക്ഷം രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഹോട്ട് മൂവിംഗ് ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഞങ്ങൾക്കുണ്ട്. ഇതിന് പുറമെ 2026 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വാഹനങ്ങളും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും തന്നെ നമുക്ക് റെഡി ഡെലിവറി കൊടുക്കാനും പറ്റും. വെഹിക്കിൾസ് എല്ലാം ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഈ മോഡൽസിനും 48,000 മുതൽ 55,000, 70,000 വരെയൊക്കെയുള്ള ഡിസ്കൗണ്ട്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ മോഡൽസിനും നമുക്ക് മുൻപ് പറഞ്ഞ ലോൺ സ്കീംസ് എല്ലാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന ഏതൊരു കസ്റ്റമർക്കും, അതായത് ഓഫേഴ്സ് കൂടുതൽ വേണ്ട കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ, ഇനി മോഡൽ കൂടിയ വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ടാക്സി സെഗ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തരം കസ്റ്റമർക്കും അവരെ ഹാപ്പിയാക്കി തിരിച്ചുവിടാനുള്ള എല്ലാ സ്കീംസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ ബ്രോ. അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂം വരുന്ന ലൊക്കേഷനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാമോ? നമ്മുടെ ഷോറൂം വരുന്നത് മൂവാറ്റുപുഴ പെരുമറ്റം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. റിലയൻസിന്റെ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോറൂം ഉള്ളത്. നമുക്ക് ഷോറൂമിൽ സർവീസ്, ബോഡി ഷോപ്പ്, സ്റ്റോക്ക് യാർഡ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരൊറ്റ പോയിന്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. വരുന്ന കസ്റ്റമർക്ക് എല്ലാം നമ്മുടെ എല്ലാ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സ്പേസിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രൈം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ പ്രൈം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഷോറൂം പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൈം എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അത് ഒരു ഉപകാരമായിട്ട് മാറും. ബ്രോ, താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.